ഭരണ സ്ഥിരാകേന്ദ്രമായ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കാൻ ബിജെപി കച്ചമുറുക്കുമ്പോൾ ചർച്ചാ വിഷയമാകുന്നത് മുൻ ഡിജിപി ആർ ശ്രീലേഖയുടെ രാഷ്ട്രീയ പ്രവേശനം കൂടിയാണ്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ IPS ഓഫീസർ എന്ന പെരുമയുമായി വന്ന ശ്രീലേഖ ഇന്ന് ശാസ്തമംഗലം വാർഡിലെ ജനപ്രതിനിധിയായി മാറുമ്പോൾ അവർക്ക് ചുറ്റും വിവാദങ്ങളുടെ ഒരു വലിയ വലയം തന്നെയുണ്ട്. അവർ മേയർ സ്ഥാനത്തേക്കോ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കോ പരിഗണിക്കപ്പെടുമ്പോൾ ഉയർന്ന ചോദ്യങ്ങൾ കേവലം രാഷ്ട്രീയമല്ല, മറിച്ച് ആഴത്തിലുള്ള സാമൂഹിക ആശങ്കകൾ കൂടിയാണ്. 1987 തന്റെ 26-ാം വയസ്സിൽ IPS കരസ്ഥമാക്കുമ്പോൾ ശ്രീലേഖ ഒരു വലിയ ചരിത്രമാണ് സൃഷ്ടിച്ചത്. പുരുഷാധിപത്യം നിലനിന്നിരുന്ന പോലീസ് സേനയിലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയും 3 പതിറ്റാണ്ടിലേറെ കാലം ആ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു എന്നത് നിസ്സാരമായ കാര്യമല്ല. ആദ്യ വനിതാ ASP, ആദ്യ വനിതാ SP, ആദ്യ വനിതാ DIG, IG എന്നിങ്ങനെ പടവുകൾ ഒന്നൊന്നായി കയറി അവർ കേരളത്തിലെ ആദ്യ വനിതാ DGP എന്ന പദവിയിൽ വരെ എത്തി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്ന നിലയിലും ജയിൽ മേധാവി എന്ന നിലയിലും അവർ നടത്തിയ പല പരിഷ്കാരങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2004-ലും 2013-ലും രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലുകൾ നേടി താൻ ഒരു മികച്ച ഉദ്യോഗസ്ഥയാണെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ തിളക്കമാർന്ന ഔദ്യോഗിക ജീവിതത്തിന് പിന്നിൽ കറുത്ത പാടുകൾ വീഴ്ത്തിയ ചില വിവാദങ്ങൾ ഇപ്പോഴും പുകയുകയാണ്. സർവീസിൽ ഇരിക്കുമ്പോഴും വിരമിച്ച ശേഷവും വിവാദങ്ങൾ ശ്രീലേഖയെ പിന്തുടർന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടതായിരുന്നു. കേസിലെ പ്രതിയായ ദിലീപിനെ ജയിലിൽ പോയി സന്ദർശിച്ചതും പിന്നീട് ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തലുകൾ നടത്തിയതും വലിയ ജനരോഷത്തിന് കാരണമായിരുന്നു. ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പമാണ് മുൻ DGP നിലകൊള്ളുന്നത് എന്ന ആരോപണം വ്യാപകമായി ഉയർന്നു. മറ്റൊന്ന് KSEBയുടെ സോളാർ പാനൽ വഴിയുള്ള വൈദ്യുതി തട്ടിപ്പ് കേസിലെ അവരുടെ ഇടപെടലുകളെ കുറിച്ചുള്ള ആരോപണങ്ങളാണ്. ഓരോ ഘട്ടത്തിലും അധികാരത്തിന്റെ തണലിൽ അവർ വിവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശ്രീലേഖയ്ക്കെതിരെ ഉയർന്ന ഏറ്റവും ഗൗരവകരമായ ആരോപണം അവരുടെ ജാതി മനോഭാവത്തെ കുറിച്ചുള്ളതാണ്. പോലീസ് സേനയിൽ പ്രവർത്തിക്കുമ്പോൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ കൊണ്ട് അവർ ദാസ്യപ്പണി ചെയ്യിപ്പിച്ചുവെന്ന ആരോപണം രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച ഒന്നാണ്. ശാസ്തമംഗലത്ത് സ്വന്തം വീട് നിർമ്മിക്കുന്ന സമയത്ത് പോലീസ് സേനയിലെ ജവാന്മാരെ സിമന്റ് ചുമക്കാനും നിർമ്മാണ ജോലികൾക്കുമായി ദുരുപയോഗം ചെയ്തുവെന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു. ഇതിനായി ഔദ്യോഗിക വാഹനങ്ങളും ഉപയോഗിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. വീട്ടിലെ ശൗചാലയം വൃത്തിയാക്കാനും വളർത്തുനായയെ കുളിപ്പിക്കാനും ദളിത് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ചുവെന്നത് ശ്രീലേഖയുടെ മേൽ ചാർത്തപ്പെട്ട മായാത്ത കളങ്കമാണ്. ഒരു ഉന്നത ഉദ്യോഗസ്ഥയ്ക്ക് ഉണ്ടാകേണ്ട മാനവികതയ്ക്ക് നിരക്കാത്ത രീതിയിലാണ് അവർ പെരുമാറിയതെന്ന് അന്ന് പോലീസ് അസോസിയേഷനുകൾക്കിടയിൽ പോലും സംസാരമുണ്ടായിരുന്നു. ഹിന്ദുത്വ അജണ്ടയും മനുസ്മൃതിയും വേദപുസ്തകമായി കരുതുന്ന BJPയിൽ ശ്രീലേഖ എത്തിയതോടെ അവരുടെ ഉള്ളിലെ ജാതി ചിന്തകൾ കൂടുതൽ ശക്തമാകുമോ എന്ന ഭയത്തിലാണ് തലസ്ഥാനത്തെ പിന്നോക്ക വിഭാഗങ്ങൾ. മനുസ്മൃതി വിഭാവനം ചെയ്യുന്ന ചാതുർവർണ്ണ്യം നടപ്പിലാക്കാൻ അധികാരം ലഭിച്ചാൽ അവർ ശ്രമിക്കുമോ എന്ന് പ്രതിപക്ഷ കക്ഷികൾ ചോദിക്കുന്നുണ്ട്. ശാസ്തമംഗലം വാർഡിൽ ധാരാളമായി അധിവസിക്കുന്ന ദളിത് കോളനികളിലെ ജനങ്ങൾക്കിടയിൽ ഈ ആശങ്ക ശക്തമാണ്. പണ്ട് പോലീസ് സേനയിൽ കാട്ടിയ അതേ മനോഭാവം ജനപ്രതിനിധിയായിരിക്കുമ്പോഴും അവർ തുടരുമോ? കോർപ്പറേഷൻ ഭരണത്തിൽ ശുചീകരണ ജോലികളും ഡ്രൈനേജ് ശുചീകരണവും പോലുള്ള കഠിനമായ ജോലികൾ പിന്നോക്ക വിഭാഗക്കാർക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെടുകയും സവർണ വിഭാഗങ്ങൾ അവരെ നിയന്ത്രിക്കുന്ന പദവികളിൽ ഇരിക്കുകയും ചെയ്യുന്ന പഴയ ജാതി വ്യവസ്ഥയിലേക്ക് നഗരസഭയെ അവർ നയിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് നീതി ലഭിക്കുക എന്നത് പ്രധാനമാണ്. എന്നാൽ അധികാരത്തിന്റെ മേൽത്തട്ടിലിരുന്നപ്പോൾ സ്വന്തം സഹപ്രവർത്തകരോട് പോലും ക്രൂരമായി പെരുമാറിയ ഒരാൾ എങ്ങനെയാണ് ഒരു നഗരത്തിന്റെ ഭരണാധികാരിയാകുക എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അധികാരത്തിലെത്തിയ ശുചീകരണ തൊഴിലാളികളുടെയും മറ്റും അന്തസ്സ് ചോദ്യം ചെയ്യപ്പെട്ടേക്കാമെന്നും ഭരണഘടനാപരമായ സംവരണങ്ങൾ അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കൗൺസിലർമാരെ തരം താഴ്ത്തി കാണുന്ന രീതി BJP ഭരണത്തിൽ ഉണ്ടായേക്കാമെന്നും വിശ്വസിക്കുന്നു. ആർ ശ്രീലേഖയുടെ പോലീസ് ജീവിതത്തിലെ നേട്ടങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അവർക്കെതിരെ ഉയരുന്ന ജാതി വിവേചന ആരോപണങ്ങൾ അവരെ ഒരു വിവാദ നായികയായി നിലനിർത്തുന്നുണ്ട്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവരെയും ഒരേ കണ്ണോടെ കാണാൻ അവർക്ക് കഴിയുമോ എന്നതാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ഏറ്റവും വലിയ വെല്ലുവിളി. പോലീസിലെ സിമന്റ് ചുമപ്പിക്കൽ കഥകൾ നഗരസഭാ ഭരണത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ തലസ്ഥാനത്തെ ജനത ജാഗ്രത പാലിക്കുന്നുണ്ട്. പഴയകാല ചാതുർവർണ്ണ്യ ചിന്താഗതികൾ ആധുനിക ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു ജനതയോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ശ്രീലേഖയുടെ ഓരോ നീക്കവും വരും ദിവസങ്ങളിൽ കേരളീയ സമൂഹം അതീവ ഗൗരവത്തോടെ തന്നെ വീക്ഷിക്കും.